ഹലോ. അപ്പം ഞാനിന്നേ ഒരു മാംഗോ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? കേക്ക് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മാംഗോസ് എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കഷ്ണങ്ങളാക്കി നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആ മാംഗോ പ്യൂരി ഇട്ടതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുക. ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി അത്യാവശ്യം നന്നായിട്ട് തിള വരുന്നിടം വരെ ഇളക്കിയെടുക്കുക. ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഒരു 3 തവണ നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇനി കേക്ക് ഉണ്ടാക്കാനെടുത്തിരിക്കുന്ന ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് പത വരുന്നിടം വരെ ബീറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അതും ഒന്നിച്ചിടരുത്, കുറച്ചായിട്ട് നമുക്കിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് പത വരുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് അതും ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഉള്ളതും കൂടി ഇടുക. അങ്ങനെ 2-3 തവണകളായിട്ട് ഇട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരേ വശത്തേക്ക് വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓവനിലല്ല ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിനെ വെച്ച് കൊടുക്കാം. ഇനി ഒരു മാംഗോ എടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറുക്കി എടുക്കണം. അങ്ങനെ ഇത് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ച് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് കേക്ക് റെഡിയാവാനായിട്ട്. അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കേക്ക് അതിൽ നിന്ന് വിട്ടു പോന്നോളും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു 3 പീസുകളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് സൈഡ് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഈ വരഞ്ഞ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഒട്ടും പൊട്ടിപ്പോകത്തൊന്നുമില്ല. നല്ലതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആദ്യം മാംഗോ പ്യൂരി ഉണ്ടാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു ബൗളിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന ക്രീം ഉണ്ടാക്കാനുള്ള പാത്രവും ബ്ലേഡും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ചെറിയ വെള്ളമയമൊക്കെ ഉണ്ടാവും, അത് തുടച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം വെച്ച് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത്യാവശ്യം കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, അത് വെച്ചതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം വിപ്പിംഗ് ക്രീം എല്ലായിടത്തും എത്തിക്കോളും. വിപ്പിംഗ് ക്രീമും തേച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം മാംഗോ പ്യൂരി ഒഴിച്ച് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്തതുപോലെ മാംഗോ പ്യൂരി ഒഴിച്ച് എല്ലായിടത്തും കേക്കിൻ്റെ തേച്ച് കൊടുക്കുക.
അതിനുശേഷം വിപ്പിംഗ് ക്രീമും വെച്ചതിന് ശേഷം നന്നായിട്ട് കേക്കിനെ ഫുള്ള് വിപ്പിംഗ് ക്രീമിനകത്ത് കവർ ചെയ്യുക. അങ്ങനെ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും തേച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവൻ തേച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ബ്ലാക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാംഗോസിനെ ചെറിയ പീസുകളാക്കിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കേക്കിൻ്റെ മുകളിൽ വെച്ച് ചെറിയൊരു ഡെക്കറേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മാംഗോസൊക്കെ തീരുന്നതിന് മുന്നേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.